CBSEയിൽ വൻ സുരക്ഷാ വീഴ്ച, പിഴവുകൾ പരിഹരിച്ചെന്ന CBSEയുടെ വാദം പൊളിയുകയാണ്. വിദ്യാർത്ഥികളുടെ വ്യക്തിഗത വിവരങ്ങൾ ഇന്റർനെറ്റിൽ സുലഭം. അതിനിടെ CBSE പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കുന്നതിനായുള്ള പോർട്ടൽ തുറക്കാൻ സാധിക്കുന്നില്ല എന്നും പരാതിയുണ്ട്. CBSEക്കുള്ളിൽ പോക്കറ്റടിക്കാർ കടന്നുകൂടിയെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശിക്കുന്നു. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, അതായത് നിലവിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്ന് CBSE പറയുന്നതിനനുസരിച്ച് കുട്ടികളെ ഇട്ട് വലയ്ക്കുക അല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. അക്ഷയ, നേരത്തെ തന്നെ CBSEയുടെ പോർട്ടലിൽ സുരക്ഷാ വീഴ്ചയുണ്ട് എന്ന് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടുകയും തൊട്ടു പിന്നാലെ CBSE ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി ഹാക്കർമാർക്ക് നന്ദി പറയുകയും ഈ പിഴവുകൾ പരിഹരിച്ചു എന്ന അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികൾ വീണ്ടും ഇത്തരത്തിൽ ഹാക്കിങ്ങിന്റെ സ്ക്രീൻഷോട്ടുകൾ സഹിതം പങ്കുവെച്ചുകൊണ്ട് എക്സി പോസ്റ്റുകൾ ഇടുന്നത്. പ്രധാനമായും വിദ്യാർത്ഥികൾ അപ്ലോഡ് ചെയ്യുന്ന വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടെ മാറ്റം വരുത്താനും അതോടൊപ്പം തന്നെ അതിന്റെ പകർപ്പ് ലഭ്യമാക്കാനും ഈ CBSE പോർട്ടൽ വഴി ആർക്കും സാധിക്കുന്ന അവസ്ഥയാണുള്ളത് എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. പൊതുവായുള്ള പാസ്വേഡുകളോ അല്ലെങ്കിൽ ഡാറ്റാബേസോ സുരക്ഷിതമാക്കി വെച്ചിട്ടില്ല CBSE എന്നൊരു ആക്ഷേപവും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. ഹാക്കർമാർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടണമെന്നൊരു ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ CBSEയുടെ പുനർമൂല്യനിർണ്ണയത്തിനായുള്ള വെബ്സൈറ്റ് തുറക്കേണ്ടുന്ന ദിനമായിരുന്നു. 26-ാം തീയതിയാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും പിന്നീട് ഈ തകരാറുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി ഇന്നത്തേക്ക് അത് മാറ്റുകയായിരുന്നു. പക്ഷേ ഇന്ന് ഉച്ചവരെയുള്ള സമയത്തിനിടയിലും CBSEയുടെ പുനർമൂല്യനിർണ്ണയത്തിനായി അപേക്ഷിക്കുന്ന പോർട്ടൽ തുറക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇതും വലിയ പ്രതിസന്ധി വിദ്യാർത്ഥികളിൽ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് രാഹുൽ ഗാന്ധി ഇത്തരം ഒരു വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. അതായത് CBSEയിൽ പോക്കറ്റടിക്കാർ കടന്നുകൂടിയിരിക്കുന്നു, CBSEയും കേന്ദ്ര സർക്കാരും വരുത്തുന്ന വീഴ്ചകൾക്ക് വിദ്യാർത്ഥികൾ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നും രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചു. ഈ സാഹചര്യം പരിശോധിക്കുന്നതിന് വേണ്ടി പാർലമെന്റിന്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾ പരിഗണിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇന്ന് യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിലേക്ക് നാളെ CBSE മേധാവിയോടും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രാലയം സെക്രട്ടറിയോടും ഉൾപ്പെടെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ കരാർ നൽകിയിട്ടുള്ള കമ്പനിക്കെതിരെ നടപടി സ്വീകരിച്ചേക്കും, പിഴ ചുമത്തിയേക്കും എന്ന ചില വീഴ്ചകളില്ല എന്ന് CBSE പറയും തോറും പ്രശ്നങ്ങളും വീഴ്ചകളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒന്നിനു പിറകെ ഒന്നായി ഇപ്പോൾ പുനർമൂല്യനിർണ്ണയത്തിൽ ഉൾപ്പെടെ പ്രശ്നമുണ്ടാകുന്നു എന്നുള്ളതാണ്. അതിൽ കുട്ടികൾ ആ പരാതികൾ പറയുകയും ചെയ്യുന്നു.